ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം, ഒരു പ്രണയത്തിൻ്റെ തണുപ്പ്, ഒരു ബന്ധം തീർത്ത് കളിക്കുന്ന ബെട്രായൽ സിൽസില സീരിയലിൻ്റെ പുതിയ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടനും കൂടെ അനേബിൾ ചെയ്ത് വിടണേ. എന്നാൽ നമുക്ക് പുതിയ പാട്ടിലേക്ക് പോയാലോ? ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടല്ലോ, നന്ദിനി നാണം കെട്ടതുകൊണ്ട് ഇനി ജീവിക്കേണ്ട എന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ പോണത്. അപ്പോൾ പുറകിൽ നിന്ന് ഗുണ നന്ദിനി എന്ന് സൗണ്ട് ഇട്ട് വിളിക്കുന്നു. നിങ്ങളോ? നിങ്ങളെന്തിനിവിടെ വന്നേ? ഇവിടെ നിന്ന് പൊക്കോ, ഞാനിനി ഈ ഭൂമിയിലുണ്ടാവില്ല, ഞാൻ മരിക്കാൻ പോകുന്നു. നിനക്കെന്താ വട്ടാണോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ മാനസികാവസ്ഥ, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത്. നിനക്ക് ആരും ഇല്ലെന്നൊന്നും നീ വിചാരിക്കണ്ട, നിനക്ക് നമ്മളെല്ലാവരും ഉണ്ട്. അങ്ങനെ ഗുണാൾ പറയുമ്പോൾ ഒരു പെണ്ണിന് മാനവും മര്യാദയാണ് എല്ലാം. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ചാരിത്രത്തിനെക്കുറിച്ചാണ് തെറ്റായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് എനിക്കിനി ഒരു നിമിഷം പോലും ജീവിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചാടാൻ പോകുന്നു. അപ്പോൾ വീണ്ടും ഇമോഷണലായി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുന്നു. ഇങ്ങ് നോക്ക്, മൗലി നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളെ പറ്റിയെങ്കിലും ആലോചിക്ക് എന്നൊക്കെ പറയുന്നു. ഇങ്ങ് നോക്ക്, നീ ആ കൈ ഇങ്ങ് വാ. അവൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് കൈ കൊടുക്കാൻ പോകുമ്പോൾ അറിയാതെ കാൽ വഴുതി വീഴാൻ പോകുന്നു. എന്തോ ഭാഗ്യമെന്ന് പറയട്ടെ, ഗുണാൽ പെട്ടെന്ന് അവളെ കൈയെ പിടിച്ചിട്ട് വലിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അവൾ നല്ല പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്ത് നന്ദിനി ഇങ്ങനെയൊക്കെ? എന്ത് വിഡ്ഢിത്തമാണ് നീ ചെയ്യാൻ പോയേ? ഇതൊക്കെ മൗലി അറിഞ്ഞാൽ എന്ത് സങ്കടപ്പെടുമെന്ന് നിനക്കറിയോ? അതെ അറിയാം, പ്ലീസ് നിങ്ങളിതൊന്നും മൗലിയോട് പറയല്ലേ എന്നവൾ ഗുണാലിനോട് പ്രോമിസ് ചെയ്ത് വാങ്ങുന്നു. ആ സമയത്ത് തന്നെ മൗലിയും അവിടെ വരുന്നു. നന്ദിനി എന്തു പറ്റി മോളെ? നിന്നെ ഞാൻ എവിടെയൊക്കെ തേടിയെന്നറിയോ? ആ കിളവൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് നീ അതൊന്നും കാര്യമാക്കാതെ. ഞാൻ അവനെ തല്ലി ഓടിച്ചു. ഇനി ആരും നിന്നെക്കുറിച്ച് അങ്ങനെയൊന്നും പറയൂല. നീ വാ, നമുക്ക് വീട്ടിൽ പോവാം എന്നും പറഞ്ഞ് അവളെ വീട്ടിൽ കൊണ്ടുപോകുന്നു. ഇവിടെ മൗലിയുടെ അമ്മ ഗുണാലിൻ്റെ വീട്ടുകാരെ വഴക്ക് പറയുവാണ്. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? മൗലി ഒരു ചെറിയ കുട്ടിയല്ലേ, അവൾ അറിവില്ലാതെ ആ നന്ദിനിയെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ മുതിർന്നവരല്ലേ. ആ പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്തിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യുന്നേ? അപ്പോൾ അവിടെ മൗലിയും വരുന്നു. അമ്മ ഇപ്പം എന്തിനിങ്ങനെയൊക്കെ പറയുന്നേ? എന്തിനെ എപ്പോൾ നോക്കിയാലും നന്ദിനിയെക്കുറിച്ച് തെറ്റായിട്ട് സംസാരിക്കുന്നേ? അവൾ എനിക്ക് ഒരു വിധത്തിലും ഭാരമല്ല. ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ താമസിക്കും. അമ്മയുടെ പണി നോക്ക് എന്ന് പറഞ്ഞ ഉടനെ, ഇങ്ങ് നോക്ക് മൗലി, നീ ചെയ്യുന്നത് വലിയ തെറ്റാണ്. നീ തെറ്റിന് മേലിൽ തെറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഉടനെ മുത്തശ്ശിയുടെ അടുത്ത് പോയി പറയുന്നു. മുത്തശ്ശി, നിങ്ങളെങ്കിലും ഒന്ന് പറയൂ. ഇല്ല, ഞാൻ പറയില്ല. നന്ദിനി ഒരു നല്ല കുട്ടിയാണ്, അവൾ ഇവിടെ തന്നെ താമസിച്ചോട്ടെ എന്ന് മുത്തശ്ശി പറയുന്നു. ഇത് കേട്ടതും അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. മൗലിയെ നോക്കി ഒരു വാക്ക് മാത്രം പറയുന്നു. നീ ഇപ്പോൾ ചെയ്തത് വലിയ തെറ്റാണ്. ഇപ്പം ഈ നന്ദിനിയെ ഇവിടെ താമസിപ്പിച്ചതിന് നീ പിന്നെ ഒരിക്കൽ കരയും മോളെ. അന്ന് എന്ത് വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ഓർത്ത് നീ പശ്ചാത്തപിക്കും. ഞാൻ അന്ന് എൻ്റെ അമ്മയുടെ വാക്ക് കേട്ടാൽ മതിയായിരുന്നു എന്ന് നീ ഉറപ്പായിട്ടും മനസ്സിലാക്കും. ആ സമയം വരാൻ അത്ര താമസമില്ല എന്നും പറഞ്ഞ് അവർ ദേഷ്യത്തോടെ പോകുന്നു. ഇതൊക്കെ കേട്ടിട്ട് മൗലിക്ക് കണ്ണൊക്കെ കലങ്ങുന്നുണ്ട്. അവൾ കരഞ്ഞു. അവിടെ നന്ദിനി നല്ല സങ്കടത്തിലാണ്. അപ്പം മൗലി അവൾക്ക് പാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നു. എന്ത് പറ്റി നന്ദിനി? എന്തൊരു മൂഡ് ഔട്ട്? ഇന്ന് നടന്ന കാര്യമൊക്കെ ആലോചിച്ചിട്ടാണോ? എനിക്കറിയാം നീ നല്ല സങ്കടത്തിലാണ്. നീ അതൊന്നും ആലോചിക്കാതെ. നിന്നെക്കുറിച്ച് എനിക്കറിയാമല്ലോ. അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നീ അങ്ങനെ ആവുമോ? അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അടുത്ത് രാജദീപിനെയാണ് കാണിക്കുന്നത്. അവൻ ആ കിളവൻ സാറിനെ വിളിച്ച്, എന്തായി, അവളെ കണ്ടുപിടിച്ചോ? ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തോ? എനിക്കിപ്പോൾ കാശ് അയക്കും സാർ എന്നൊക്കെ ചോദിക്കുന്നു. എന്തിനിടാ ഞാൻ നിനക്ക് കാശ് അയക്കണം? ആ നന്ദിനിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ നാണം കെടുത്താൻ അവിടെ പോയത്. അപ്പോൾ ഞാൻ നാണം കെട്ട് വരേണ്ടി വന്ന അവസ്ഥ വന്നു. ആ മൗലി എന്നെ അടിച്ചു. ഇതൊക്കെ ഞാൻ എന്തിനു അനുഭവിക്കണം? ഇനി നീ എന്നെ ഒരു കാര്യത്തിന് വിളിച്ചു പോവല്ലേ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യുന്നു.
ഇത് കേട്ട രാജദീപിന് ആ കാശും പോയല്ലോ എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് നന്ദിനിയുടെ എല്ലാ ഡ്രസ്സും എടുത്ത് വലിച്ചെറിയുന്നു. അവിടെ മൗലിയാണ് കാണിക്കുന്നത്. അവൾ നന്ദിനിയോട് ചോദിക്കുവാണ്, എന്തേലും ഉണ്ടേലും എന്നോട് പറ, ആ രാജദീപ് നിന്നെ എന്തൊക്കെ ചെയ്തേ? നിനക്ക് അബോർഷൻ ആവാനുള്ള കാരണം എന്താ? പിന്നെ പിന്നെ ആ കിളവൻ പറഞ്ഞല്ലോ നീ എന്തോ റൂമിലൊക്കെ പോയെന്ന്. എന്താ അങ്ങനെയൊക്കെ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനിയും ആ കാര്യങ്ങളൊക്കെ ഓർത്ത് പേടിച്ചിട്ട് എല്ലാ കാര്യവും പറയുന്നു. അവൻ ഇതുവരെ ചെയ്ത എല്ലാ ദ്രോഹങ്ങളും ഞാൻ സഹിച്ചിട്ടാണിരുന്നത്. ഒരിക്കൽ അവൻ എന്നെ ആ ക്ലബിൽ വിളിച്ചുകൊണ്ടുപോയി. ആ കിളവന് കാശിന് വേണ്ടി എന്നെ വിറ്റതാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നെ റൂമിൽ വിളിച്ചുകൊണ്ട് പോയി ആ കിളവനെ എന്നോട് തെറ്റായിട്ട് പെരുമാറാൻ നോക്കി. വേറെ വഴിയൊന്നുമില്ലാതെ ഞാൻ അവൻ്റെ തലയിൽ ബിയർ ബോട്ടിൽ വെച്ച് അടിച്ചിട്ട് ഓടി വന്നു. അതിന് ശേഷമാണ് അവൻ എന്നോട് പറഞ്ഞത് കാശിന് വേണ്ടി ഞാൻ നിന്നെ അവനെ വിറ്റു എന്ന്. ഞാൻ തകർന്നു പോയി. അപ്പോഴാണ് ഞാൻ അവനോട് പറഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. അവനോട് പറഞ്ഞതും അവനിപ്പോൾ കുഞ്ഞുങ്ങളെ വേണം എന്നുള്ള താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അത് കേട്ട ഉടനെ അവൻ എന്നെ താഴെ തള്ളിയിട്ട് എൻ്റെ വയറ്റിൽ ചവിട്ടി. എന്നിട്ട് അവിടെ നിന്ന് പോയി. അപ്പോഴാണ് ഗുണാൽ എന്നെ ഒന്ന് രക്ഷിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് മൗലിയോട് പറയുന്നു. ഇതൊക്കെ കേട്ട മൗലിയും കരയുന്നു. ഇതൊക്കെ ദൂരെ നിന്ന് ഗുണാലും കേൾക്കുന്നു. പാവം നന്ദിനി ഇത്രയൊക്കെ അനുഭവിച്ചോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവളെ നോക്കിയിട്ട് നിൽക്കുന്നു. ഇവിടെ നന്ദിനിയെ സമാധാനപ്പെടുത്തിയിട്ട് മൗലി ഗുണാലിൻ്റെ അടുത്തോട്ട് പോകുന്നു. ഗുണാലിൻ്റെ നെഞ്ചിൽ കിടന്നിട്ട് പൊട്ടി പൊട്ടി കരയുന്നു. ഗുണാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ നന്ദിനി ഇത്രയും കഷ്ടപ്പെട്ടോ? പാവം അവൾ എന്തൊക്കെ ആഗ്രഹങ്ങളോടെയാണ് കല്യാണം കഴിച്ചത്. എന്നാൽ അവൻ ഇത്രയും മോശക്കാരനായിപ്പോയല്ലോ. അവളെക്കുറിച്ച് വിചാരിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരുന്നു. അവൾ എന്ത് തെറ്റ് ചെയ്തേ? അവൾ നല്ലൊരു ഹസ്ബൻഡ് വേണമെന്ന് വിചാരിച്ചപ്പോൾ ഇതുപോലൊരു സൈക്കോയെ തന്നെ അവൾക്ക് കിട്ടിയല്ലോ. ഉടനെ ഗുണാൽ പറയുന്നു, നീ എന്തിനിങ്ങനെ കരയണേ? നീ സങ്കടപ്പെടാതെ. നന്ദിനിക്ക് ആരും ഇല്ലെന്ന് നീയും വിചാരിച്ചിട്ടിരിക്കുന്നു. അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഉണ്ട് അവളുടെ കൂടെ. അവളെ നമുക്ക് നന്നായിട്ട് നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, നാളെ അവളെ പുറത്തോട്ട് വല്ലതൊക്കെ കൊണ്ടുപോകും എന്ന് ഒരു ഐഡിയ ഒക്കെ കൊടുക്കുന്നു. മോർണിംഗ് ആയപ്പോൾ തന്നെ കിച്ചണിൽ ഭയങ്കര സൗണ്ട്. നോക്കിയപ്പോഴോ ഗുണാൽ മാവൊക്കെ തലയിൽ കൂടെ തള്ളിയിട്ടിട്ട് നിൽക്കുന്നു. എന്തോന്ന് ഇവിടുത്തെ കൂത്ത് എന്ന് മൗലി ചോദിക്കുന്നു. അത് ഞാൻ നിനക്ക് വേണ്ടി ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടിരുന്നു, എടുത്ത് കഴിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ മൗലി പറയുന്നു, ഇല്ല എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. നീ കഴിച്ചില്ലേ വേണ്ട, ഇവിടെ എൻ്റെ ചെഫ് നന്ദിനി ഉണ്ടല്ലോ, അവൾ ടേസ്റ്റ് നോക്കി പറയും ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. എന്നാൽ നന്ദിനി പേടിച്ചിട്ടെടുത്ത് ടേസ്റ്റ് നോക്കുമ്പോൾ അതിലോ ഭയങ്കര ഉപ്പ്. അപ്പം മൗലിയും കഴിച്ചു നോക്കുന്നു. അയ്യേ ഗുണാൽ എന്താ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കൊള്ളൂല, എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. നീയാണേ ഉണ്ടാക്കി വെച്ചത് കണ്ടില്ലേ? വാ നമുക്ക് രണ്ടുപേർക്കും പുറത്തു പോയി കഴിക്കാം. നീ ആ കാർഡ് താ. ഇതാണേ രണ്ടുപേരും ഇന്നലെ പ്ലാൻ ചെയ്തതാണ് നന്ദിനിയെ പുറത്തോട്ട് കൊണ്ടുപോകാം. പെട്ടെന്ന് അവളെ വിളിച്ചാൽ അവൾ എന്തായാലും പുറത്തോട്ട് വരില്ലല്ലോ. അതുകൊണ്ട് അവളെ പുറത്ത് കൊണ്ടുപോയി രണ്ടുപേരും നല്ല ജോളിയായി എൻജോയ് ചെയ്യുന്നു. ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നു, പാനിപ്പൂരിയൊക്കെ കഴിക്കുന്നു. അപ്പോഴാണ് മൗലിക്കൊരു കോൾ വരുന്നത്. അവൾ കോൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നു. അപ്പോൾ നന്ദിനി തനിയെ നിൽക്കുവാണ്. അപ്പോൾ പുറകിൽ നിന്ന് നന്ദിനി എന്നാരോ വിളിക്കുന്നു. നമ്മൾ വിചാരിച്ച പോലെ അതാ സൈക്കോ രാജദീപ് തന്നെയാണ്. അവൾ പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു. നീയോ എന്നവൾ കേൾക്കുന്നു. എന്താ നന്ദിനി, ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. നിൻ്റെ ഫ്രണ്ട് നിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നല്ലോ. മതി, ഇനി നമുക്ക് നമ്മളെ വീട്ടിൽ പോകാം, വാ. ഇല്ല, ഞാൻ വരില്ല. എന്താടി ഓവറാ കാണിക്കുന്നേ എന്നും പറഞ്ഞ് പബ്ലിക് പ്ലേസ് ആണെന്ന് പോലും നോക്കാതെ അവളെ വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ നോക്കുന്നു. അപ്പോൾ അവിടെ കൂടി നിന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, നിങ്ങൾ ആരാ? വിടവളെ, ഇങ്ങ് നോക്കൂ, ഇവളെൻ്റെ ഭാര്യയാണ്, ലീഗല എൻ്റെ വൈഫ്, മനസ്സിലായോ? ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടേണ്ട നിങ്ങൾ എന്നും പറഞ്ഞ് അവളെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നു. എന്തോ ഭാഗ്യമൊന്നും പറയട്ടെ. അപ്പോൾ തന്നെ മൗലിയും വരുന്നു. അവൻ്റെ കവളിലൊന്ന് കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോടാ. ഇടി, നിനക്ക് ഇത്ര ധൈര്യമോ എന്നെ അടിക്കാൻ? ഇങ്ങ് നോക്ക്, ഇവളെൻ്റെ വൈഫാണ്, ഞാൻ അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും, അത് തടുക്കാൻ നീ ആര് എന്നും പറഞ്ഞ് നന്ദിനിയെ ബലമായി പിടിക്കുന്നു. അപ്പോൾ മൗലി അവനെ തല്ലി വിട്ടിട്ട് പോലീസിനെ വിളിക്കാൻ ഫോൺ എടുക്കുന്നു. അപ്പോൾ അവൻ ആ ഫോൺ വാങ്ങി തറയിലിട്ടിട്ട് ചവിട്ടി പൊട്ടിക്കുന്നു. എന്നിട്ട് അതെടുത്ത് കൊടുത്തിട്ട് ഇന്നാ വിളി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവളെ ബലമായി വീണ്ടും പിടിച്ചു വലിക്കുന്നു.
എന്നാൽ മൗലിക്ക് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ നിന്ന് സ്പീഡായിട്ട് ഓടിപ്പോകുന്നു. ഇത് കണ്ട് അവൻ ചിരിക്കുന്നു. എടി നോക്കടി, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൾ എന്നെ രക്ഷിക്കും എന്നൊക്കെ ബിൽഡപ്പ് കൊടുത്തിട്ട് നോക്കടി, ഒരു പ്രശ്നം വന്നപ്പോൾ അവൾ നിന്നെ മൈൻഡ് പോലും ചെയ്യാതെ ഓടുന്നത് കണ്ടോ നീ? ഇതാണ് അവൾ, മനസ്സിലായോ? വാ പോകാം എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കാറിൽ കയറ്റാൻ പോകുമ്പോൾ എതിരിൽ പോലീസ് വന്ന് നിൽക്കുന്നു. അതിൽ മൗലിയുമുണ്ട്. അവൾ അതിനാണ് ഓടിപ്പോയതെന്ന് തോന്നുന്നു. ഡാ, ആരാ നീ? നീ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി കിട്ടിയല്ലോ. ഈ പട്ടാപഹലാണോ തട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്നേ? നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? സാർ, അതൊന്നുമില്ല, അവളെൻ്റെ വൈഫാണ്, മനസ്സിലായോ? അപ്പോൾ മൗലി പറയുന്നു, അതെ സാർ, വൈഫായിരുന്നു, എന്നാൽ ഇപ്പോൾ അല്ല. ഇവൻ അവളെ നന്നായിട്ട് അബ്യൂസ് ചെയ്തപ്പോൾ അവൾ അവനെ വിട്ട് പിരിഞ്ഞു വന്നു. ഇപ്പോൾ അവൾ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ബലമായി അവളെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുവാണ്. നിങ്ങൾ വേണം ഇവളെ രക്ഷിക്കാൻ, പ്ലീസ് സാർ എന്ന് പറയുന്നു. സാർ, ഇവൾ പറയുന്നതൊക്കെ കള്ളമാണ്. ഞാനത് തെളിയിച്ചു തരാം. ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചുകൊണ്ട് വരാം, അവൾ പറയുമല്ല. ഉടനെ പോലീസ് നന്ദിനിയോട് ചോദിക്കുന്നു, എന്താ ഇത്? ഇതിൽ ആര് പറയുന്നതാണ് സത്യം? നീ നിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നോ അതോ ഹസ്ബൻഡിൻ്റെ കൂടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ തന്നെ നന്ദിനി പേടിച്ചിട്ട് വിറച്ച് നിൽക്കുവാണ്. ഇനി നന്ദിനി എന്ത് തീരുമാനം എടുക്കും? പേടിച്ചിട്ട് സൈക്കോയുടെ കൂടെ പോകുമോ അതോ ധൈര്യത്തോടെ മൗലിയുടെ കൂടെ പോകുമോ? അതൊക്കെ അറിയണമെങ്കിൽ നാളെ വരെ വെയിറ്റ് ചെയ്യുക. ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും അത് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. എന്നാൽ നമുക്ക് നാളെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടുമായിട്ട് വേഗം വരാം. കാത്തിരിക്കൂ. ബൈ.